ആന്റണിയുടെ ചാരായ നിരോധനം മലയാളക്കരയിലെ വിപ്ലവകരമായ സാമൂഹ്യ തീരുമാനം. അതുപോലൊരു സാമൂഹ്യ വിപ്ലവം ഈ മലയാളക്കരയിൽ പിറന്നു. ഈ ഗവൺമെന്റിൽ ഏതാണ് സാമൂഹ്യ വിപ്ലവം? ആ സാമൂഹ്യ വിപ്ലവം 730 ബാർ അടച്ചുപൂട്ടാൻ തീരുമാനിക്കാന്നല്ല. നമ്മളെ കള്ളുഷാപ്പ് പൂട്ടുക. നിങ്ങള് കള്ളുഷാപ്പ് പൂട്ടിയപ്പോ നട്ടം വന്ന പിരാന്തനായ ബിജു രമേശിനെ കൊണ്ടെടുക്കുക. ഒരു ദിവസം കോടിക്കണക്കിന് റുപ്യ 5 ബാറാ പൂട്ടിയത്. 5 ബാറ് പൂട്ടുമ്പോ ചില്ലറ പൈസ. നിങ്ങൾക്കറിയോ ആളുകൾ ഇങ്ങനെ സംസാരിക്കാൻ തുടങ്ങി. എന്താറിയോ, ചില ആളുകൾ ഈ ബിവറേജസിൽ പോയിട്ട് മദ്യം വാങ്ങാൻ മടിയുണ്ടാവും, ക്യൂ നിൽക്കണം, ആരെങ്കിലും കണ്ടാലോ. അങ്ങനെയുള്ള ആളുകളാണ് രാത്രി ഈ ബാറ് പോവുക. ബാറ് പോയാൽ പിന്നെ ആരും കാണൂലല്ലോ, സുഖമായിട്ട് കഴിക്കാം. അങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം മദ്യം കിട്ടാതായി. ബിവറേജസ് പോയിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, ക്യൂ നിന്ന് ആരും കാണും. അപ്പൊ ഈ മാന്യന്മാരൊക്കെ പറയണെന്താ അറിയോ, ഞങ്ങൾ അടുത്ത കൊല്ലത്തെ വോട്ട് സഖാക്കളാ ഇതധികവും. ഇവരിങ്ങനെ പറയാ ഞങ്ങൾക്ക് കുടിക്കാൻ സാധനം കിട്ടാതെ. ഇപ്പൊ എപ്പോഴാ കുടിക്കലെന്ന് വെച്ചപ്പോ ഏതെങ്കിലും കല്യാണ വീട്ടിൽ ആരെങ്കിലും കൊണ്ടുവച്ചാൽ ഒളിഞ്ഞും മറിഞ്ഞും കുടിക്കുക. ബിവറേജസിന്റെ മുന്നിൽ ഇങ്ങനെ ക്യൂ നിൽക്കാൻ മടിയായതുകൊണ്ട് കുടി നിർത്തിയ സഖാക്കള് ഈ കൊല്ലം ഉമ്മൻചാണ്ടിക്ക് വോട്ട് ചെയ്യാൻ തീരുമാനിക്കുക. അതുകൊണ്ടാണ് കുട്ടരെ ഉമ്മൻചാണ്ടി ഒരു ജനപ്രിയനായ മുഖ്യമന്ത്രിയായി മാറുന്നത്. അത് മാറ്റാൻ, ഉമ്മൻചാണ്ടിയുടെ മുഖം വികൃതമാക്കാൻ നിങ്ങൾ മെനക്കെടും. അത് ഞങ്ങൾക്കും അറിയാം. നിങ്ങൾക്ക് കൂട്ടായിട്ട് ബിജു രമേശ് ഉണ്ട്, എലഗൻസ് ബിനോയ് ഉണ്ട്. നിങ്ങൾ കാണാനില്ലേ സരിതന്റെ വാർത്താ സമ്മേളനം? വലത്തെ ഭാഗത്ത് ഒരു ചങ്ങാതിനെ ദിവസം കാണാം. ഓളെ ആങ്ങളൊന്നല്ല, ആരാ നല്ല നമ്പർ 1 ഗുണ്ട. ആരാ നിങ്ങൾക്ക് പൈസ കൊടുക്കുന്നത്? സരിത എത്ര വലിയ മൊയലാഴ്ചയൊന്നുമല്ലല്ലോ. ആരാണ് ഈ ഗുണ്ടക്ക് പണം കൊടുക്കുന്നത്? ഇടത്തെ ഭാഗത്ത് ഒരാളെ കാണാം, ബാക്കിൽ ഒരാളെ കാണാം. 3 ഗുണ്ടകളെ പോറ്റാൻ സഖാക്കളെ അറിയണം. നിങ്ങള് പ്രിയപ്പെട്ട ജനാധിപത്യ വിശ്വാസികളെ, എന്റെ ശബ്ദം ശ്രമിക്കുന്ന നല്ല ആളുകളോട് പറയട്ടെ, ഈ തെരഞ്ഞെടുപ്പ് നല്ല ശ്രദ്ധിക്കണം. പിണറായി വിജയന്റെ പാർട്ടിന്റെ പിന്നാലെ ബാറ് മുതലാളിമാര് ചാക്കിൽ പൈസ ഇട്ട് നടക്കുക. ചാക്കില് നമ്മൾ പൈസ ഇല്ലാത്ത പാർട്ടിയാ. നിങ്ങൾ ചാക്കിൽ പണമായിട്ട് നടക്കുക. എന്തിന്? ഈ സർക്കാരിനെ താഴെ ഇറക്കണം. ആർക്കാണ് ഈ സർക്കാരിനെ താഴെ ഇറക്കേണ്ടത്? ബാറ് മുതലാളിമാർക്കാ. പിണറായി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, എന്നെ കേട്ടിക്കോളിയാ, ബാറ് തുറക്കിട്ടോ. ഈ 730 അല്ല, ഇഷ്ടമുള്ളവർക്കൊക്കെ തുറക്കാൻ പോവാ. അങ്ങനെ വീണ്ടും ബാറ് തുറക്കാൻ നിങ്ങൾ ആർക്കാ വോട്ട്? ഞങ്ങൾ അതാ പറയുന്നത്. ആർക്കാണ് നിങ്ങൾ? ആരുടെ കൂടെയാണ്? നന്മ ചെയ്ത സർക്കാരിന്റെ കൂടെ നിൽക്കണോ? നിർത്തിയിട്ടില്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഈ സർക്കാർ ആർക്കാണ് പ്രിയം വെക്കാതിരിക്കുക? ഞങ്ങളുടെ അഭിമാനമായ IT വകുപ്പ് മന്ത്രി, ജാഥയുടെ നായകൻ, മലയാളിക്ക് ടെക്നോ പാർക്കിനെ പരിചയപ്പെടുത്തിയത് കുഞ്ഞാലിക്കുട്ടിയാ. അന്നാണ് നമ്മൾ ടെക്നോ പാർക്ക് എന്താണെന്ന് അറിയുന്നത്. സഖാക്കളെ, നിങ്ങളാ കമ്പ്യൂട്ടറിനെ തല്ലിപ്പൊളിച്ച ആളുകളാ. കമ്പ്യൂട്ടർ വരുന്നു എന്ന് പറഞ്ഞപ്പോ അതിനെ തല്ലിപ്പൊളിച്ച ആളുകൾ ഞങ്ങൾ ടെക്നോ പാർക്കിനെ പരിചയപ്പെടുത്തി. അതേ കുഞ്ഞാലിക്കുട്ടി വ്യവസായ മന്ത്രിയാകുമ്പോഴാ കിൻഫ്ര പാർക്കിനെ പരിചയപ്പെടുത്തിയത്. ഇതൊക്കെ സഖാക്കള് കേട്ടിട്ടുണ്ടോ? കിൻഫ്ര പാർക്കിൽ ആയിരക്കണക്കിന് കമ്പനികളാ വിദേശത്തേക്ക് ഫുഡ് പ്രോഡക്റ്റുകളും മറ്റ് പ്രോഡക്റ്റുകളും ഒക്കെ കയറ്റിയേക്കുന്ന വ്യവസായ പാർക്കാ. അവിടെയും നിർത്തിയിട്ടില്ല കുഞ്ഞാലിക്കുട്ടി. പിന്നെ നമ്മൾ തുടങ്ങിയത് ഇൻഫോ പാർക്കാ. മലയാളിക്ക് ഇൻഫോ പാർക്ക് പരിചയപ്പെടുത്തിയതും കുഞ്ഞാലിക്കുട്ടി എന്ന IT മന്ത്രിയാ. അവിടെയും നിർത്തിയില്ല. ഈ ഭരണത്തിൽ കുഞ്ഞാലിക്കുട്ടി സൈബർ പാർക്കുകൾക്കാ തുടക്കം കുറിച്ചത്. നിങ്ങൾ കോഴിക്കോട്ടേക്ക് വരുമ്പോ കോഴിക്കോട്ടെ ബൈപ്പാസിന് നിവർന്നു നിൽക്കുന്ന ഒരു സൈബർ പാർക്ക് കാണാം. സജ്ജമാവുകയാണ് അഭിവന്ദ്യനായ കുഞ്ഞാലിക്കുട്ടി. ആർക്ക് വേണ്ടിയാ? മലയാളി ആരോടാ മത്സരിക്കുന്നത്? കേരളം ആരോടാ മത്സരിക്കുന്നത്? സിലിക്കൺ വാലിയോടാ. ഏതാണ് ഈ സിലിക്കൺ വാലി? അമേരിക്കയിലെ ലോകത്തിന്റെ IT തലസ്ഥാനമാണ് സിലിക്കൺ വാലി. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 മാസങ്ങൾക്ക് മുമ്പ് സിലിക്കൺ വാലിയിലാണ്. ആരെ കാണാൻ? ഈ രാജ്യത്തെ ഡിജിറ്റൽ ഇന്ത്യയാക്കി മാറ്റാൻ. എന്റെ ചെറുപ്പക്കാരാ, നിന്റെ കൈകളിലുള്ള, നീ എപ്പോഴും പരതുന്ന ഫേസ്ബുക്കിന്റെ മുതലാളി സക്കർബർഗിനെ കാണാൻ നരേന്ദ്രമോദി സിലിക്കൺ വാലിയിൽ പോകുക. ആ സക്കർബർഗിന്റെ സിലിക്കൺ വാലിയോടാണ് അഭിനന്ദനായ കുഞ്ഞാലിക്കുട്ടി ഈ മലയാളക്കരയിൽ നിന്ന് മലയാളക്കരയെ, ഈ കേരളക്കരയെ സിലിക്കൺ വാലിക്ക് തുല്യമായ IT നഗരമാക്കി മാറ്റാൻ പോകുക. ആർക്കു വേണ്ടിയാ? എന്റെ ശബ്ദം ശ്രമിക്കുന്ന ചെറുപ്പക്കാരൻ, നിനക്ക് വേണ്ടിയാ. മലയാളി നേരിടാൻ പോകുന്ന ഒരു വലിയ ദുരന്തമുണ്ട്. എല്ലാ സാംസ്കാരിക പ്രവർത്തകരും പറയാറുണ്ട്. എന്താണറിയോ? ഒരു ബാപ്പയും ഉമ്മയും, ഒരു അച്ഛനും അമ്മയും, 2 മക്കളും. ഈ 2 മക്കളും നന്നായി പഠിക്കും. IT പ്രൊഫഷണൽ നന്നായി ബിരുദം നേടി നല്ല എക്സ്പെർട്ടുകളായി. കേരളത്തിൽ ജോലിയില്ല. ഈ കുട്ടികളെ കാനഡയിലേക്ക് പോകുക, ഈ കുട്ടികൾ ഓസ്ട്രേലിയയിലേക്ക് പോകുക, ഈ കുട്ടികൾ ദുബായിലേക്ക് പോകുക. അവസാനം അച്ഛനും അമ്മയും അവസാന നാളിൽ ഒരു തുള്ളി വെള്ളം നാവിൽ ഇറ്റിച്ചു തരാൻ മോനെ നോക്കുമ്പോ മോൻ അമേരിക്കയിലാ. കുറ്റം പറയാനില്ല, മോൻ നല്ല ജോലി തേടിപ്പോയതാ. മോനെ വിളിക്കുമ്പോൾ പറഞ്ഞു വരാൻ സാധ്യമല്ല. അതുകൊണ്ട് ആ പൊന്നുമോനെ തന്റെ മരണസമയത്ത്, തന്റെ അവസാന നിമിഷങ്ങളിൽ തന്റെ സമീപത്തുണ്ടാവണമെന്ന് അച്ഛനും അമ്മയും ആഗ്രഹിച്ചാൽ പോലും നമ്മളെ കുട്ടികളെ കിട്ടൂല. ആ കുട്ടികളുടെ വിഭവങ്ങളെ, ആ കുട്ടികളുടെ സാമർത്ഥ്യത്തെ ആരാണ് ചൂഷണം ചെയ്യുന്നത്? വിദേശ നാടുകളാ. ആ കുട്ടികളെ അങ്ങനെ വിട്ടാൻ പറ്റുമോ? മലയാളി കുട്ടിയുടെ വിഭവത്തെ, മലയാളി കുട്ടിയുടെ സാമർത്ഥ്യത്തെ മലയാളിക്ക് ഉപയോഗപ്പെടുത്തണ്ടേ എന്ന് തീരുമാനിക്കാൻ അഭിനന്ദനായ കുഞ്ഞാലിക്കുട്ടി കൊച്ചിയുടെ മണ്ണിന്
സ്മാർട്ട് സിറ്റി ഈ മാസം 20-ന് അത് ഉദ്ഘാടനം ചെയ്യാൻ പോകുക. പ്രിയമുള്ളവരെ, ഇങ്ങനെയാണ് ഞങ്ങൾ നാട്ടുകാരോട് സംസാരിക്കുന്നത്. സ്മാർട്ട് സിറ്റി യാഥാർത്ഥ്യമാക്കി തീർന്നില്ല. ഞങ്ങൾ നാളെ കടക്കാനിരിക്കുന്നത് എറണാകുളത്തേക്കാ. എറണാകുളത്തെ കളമശ്ശേരിയിൽ മലയാളക്കരയിൽ ആദ്യത്തെ സ്റ്റാർട്ടപ്പ് വില്ലേജ്. എത്ര കമ്പനിയാ? 1000കണക്കിന് കമ്പനിയാ. എന്താണ് ഈ സ്റ്റാർട്ടപ്പ് വില്ലേജ് എന്നൊക്കെ സഖാക്കൾക്ക് അറിയോ? കേൾക്കണല്ലോ നിങ്ങൾ ഇതൊക്കെ. നിങ്ങളുടെ 5 കൊല്ലം ഉറങ്ങിത്തീർന്നു. ഞങ്ങളുടെ 5 കൊല്ലമോ ജാഗ്രതയുടെ തുറന്നു വെച്ച കണ്ണുകളുമായി എല്ലാ മന്ത്രിമാരും ഞാൻ മുമ്പേ മത്സരിക്കുക. ഈ നാട്ടില് സ്റ്റാർട്ടപ്പ് വില്ലേജ് അറിയണം. നിങ്ങൾ അറിയാത്ത രക്ഷിതാക്കൾ അറിയണം. നിന്റെ കുട്ടിയുടെ കയ്യിൽ ബിരുദമുണ്ട്, നിന്റെ കുട്ടിയുടെ കയ്യിൽ സർട്ടിഫിക്കറ്റ് ഉണ്ട്, പക്ഷേ അവന് ജോലിക്ക് മുതൽ മുടക്കാൻ പണമില്ല. ആ കുട്ടികളെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ സ്റ്റാർട്ടപ്പ് വില്ലേജ് വിളിക്കുക. ഞാൻ എന്റെ ബന്ധുവിന്റെ മരണം വിട്ട് പോയപ്പോ അവിടെ ഒരു ചെറുപ്പക്കാരൻ, അവൻ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞതാ. ഞാൻ ചോദിച്ചു, നിനക്കെന്താ പണി? എന്നോടറിയാം, ഞാൻ കോഴിക്കോട്ടെ സൈബർ പാർക്കിലെ സ്റ്റാർട്ടപ്പ് വില്ലേജിലാണ്. ഞാൻ കൗതുകത്തിന് ചോദിച്ചു, നിനക്ക് എന്താ അവിടെ പണി? ഞാനും MSFന്റെ സംസ്ഥാന സമിതി അംഗമായ എന്റെ ഒരു സുഹൃത്തും ചേർന്ന് ഒരു കമ്പനി ഉണ്ടാക്കി, ഒരു IT കമ്പനി. എന്നിട്ടോ ഞങ്ങളൊരു പ്രൊഡക്റ്റ് പുറത്തിറക്കാൻ തീരുമാനിച്ചു. എന്താണ് ആ പ്രൊഡക്റ്റ്? ഇനി സ്കൂളിലെ മാഷന്മാരെ ഹാജർ പട്ടിക ഇങ്ങനെ ഒക്കത്തിച്ച് പോണ്ട, ഡിജിറ്റൽ ഹാജർ പട്ടിക വരാൻ പോകുക. അഭിനന്ദ് ഇങ്ങനെ കൈയമർത്തിയാൽ മതി, രാജീവ് ഇങ്ങനെ കുത്തിയാൽ മതി, മറ്റേ ഇങ്ങനെ പെണ്ണോണ്ട് എടങ്ങേറായി ആവശ്യമില്ല. ഈ കുട്ടികൾ ഇറക്കാൻ പോകുന്നത് ഡിജിറ്റൽ ഹാജർ ബുക്ക. നമ്മുടെ കുട്ടികൾക്ക് ഭാവനയുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് സാമർത്ഥ്യമുണ്ട്, നമ്മുടെ കുട്ടികൾക്ക് അതുല്യമായ പ്രതിഭാശാലികളാ. അങ്ങനെ ഒരുപാട് ഏറെ അങ്ങനെയുള്ള നജീബൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇത്തരം ആളുകളുമായി നിരന്തരമായി സമ്പർക്കപ്പെടുന്ന ആളുകളാ. അത്തരം കുട്ടികൾക്ക് വേണ്ടിയാ 1000കണക്കിന് കമ്പനിയാ കളമശ്ശേരിയിലെ സ്റ്റാർട്ടപ്പ് വില്ലേജിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ മണ്ഡലത്തില് 1000കണക്കിന് സ്വദേശ കമ്പനികൾ, വിദേശ കമ്പനികൾ, മൾട്ടിനാഷണൽ കമ്പനികൾ. അങ്ങനെ കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പ് ഒരു ഭാഗത്ത്. ഡോക്ടർ മുനീർ ഞങ്ങളുടെ അഭിമാന, മലയാളക്കരയുടെ പ്രിയങ്കരനായ മന്ത്രിയാ, അഭിവന്ദ്യനായ CHന്റെ പൊന്നുമോൻ. അറിയോ നിങ്ങൾക്ക്? ആ മോനെ കാണുമ്പോ വികലാംഗരായ ആളുകൾക്ക്, പാർശ്വവൽക്കരിക്കപ്പെട്ട ആളുകൾക്ക്, പ്രായമായ ആളുകൾക്ക്, ആശരണരായ ആലംബഹീനരായ ഒരാശ്രയവുമില്ലാത്ത ആളുകൾക്ക് ഈ മന്ത്രിയെ കാണുമ്പോ ഇയാളാണല്ലോ ഞങ്ങളുടെ കണ്ണീരൊപ്പുന്നത് എന്ന് തോന്നിപ്പോകുക. അതുകൊണ്ടാണ് പ്രിയം വെക്കുന്നത്. നിങ്ങൾക്കറിയോ, 65 വയസ്സായിരുന്നു ഇതുവരെ പെൻഷൻ കിട്ടാൻ, വാർദ്ധക്യകാല പെൻഷൻ. ഡോക്ടർ മുനീർ അത് 60 വയസ്സാക്കി. കഴിഞ്ഞ ഈ ഗവൺമെന്റിൽ എല്ലാവർക്കും കൊടുക്കുക, എല്ലാ മാനദണ്ഡം തിരുത്താം, എല്ലാവർക്കും കൊടുക്കുക. എന്റെ നാട്ടിൽ യൂത്ത് ലീഗ് ഇതിന്റെ ഫോം ഇങ്ങനെ പൂരിപ്പിച്ചു കൊടുക്കുക. ഒരു സാധു ഇങ്ങനെ ആ മേശന്റെ ചുറ്റും ഇങ്ങനെ നിൽക്കുക. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്താ ഇവിടെ ഇങ്ങനെ കറങ്ങണത്? അയാൾ എന്നോട് പറയും, മോനെ എനിക്ക് 59 വയസ്സായിട്ടുള്ളൂ, എന്താ ഇപ്പൊ ചെയ്യാന്നാ. ആൾക്കാർക്ക് 60 പൂതിയാകുക. പണ്ടൊക്കെ നരച്ചാലൊരു ബേജാറാ, നരക്കാൻ പൂതിയാവണ കാല. എന്താ കാര്യം? 60 വയസ്സായാൽ മുനീറിന്റെ, ഉമ്മൻചാണ്ടിയുടെ പെൻഷൻ പുരലെത്തുക. അത് തന്നെയാണ് കൂട്ടരെ ഈ സർക്കാർ. കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ സഖാക്കളായ മെമ്പർമാര് വലിയ ഊക്കിൽ പറയുന്ന, ഞാനല്ലേ നിങ്ങൾക്ക് പെൻഷൻ ശരിയാക്കി തന്നാണ്. ഏതാ ഈ പെൻഷൻ? അഭിനന്ദനായ ഉമ്മൻചാണ്ടിയുടെ, അഭിനന്ദനായ മുനീറിന്റെ പെൻഷൻ, വാർദ്ധക്യകാല പെൻഷൻ. അറിയോ നിങ്ങൾക്ക്? 200 പൊന്നുമക്കളെ തിരുവനന്തപുരത്തെ ഒരു ചടങ്ങിന് വിളിക്കുക ഡോക്ടർ മുനീർ. ആ ചടങ്ങിൽ ശ്രുതി തരംഗെന്ന ആ പദ്ധതിയുടെ പേര് ഗാനഗന്ധർവൻ യേശുദാസ് ആ പരിപാടിയുടെ അംബാസഡറാ. ഡോക്ടർ മുനീറിന്റെ പരിപാടിക്ക് 200 പൊന്നുമക്കൾ, 5 വയസ്സിന് താഴെയുള്ള കുട്ടികളാ. ചെവി കേൾക്കൂല. ചെവി കേൾക്കാത്തോണ്ടാ വർത്താനം പറയാത്ത, അല്ലാണ്ട് പൊട്ടനായി ജനിക്കല്ല. കേൾക്കാത്തോണ്ടാ മിണ്ടാത്ത. ഇങ്ങനെ കേൾക്കാത്ത കുട്ടിയെ അവനൊരു ചെറിയ ഓപ്പറേഷൻ, കോക്ലിയർ ഇംപ്ലാന്റേഷൻ. ഇതൊക്കെ പറയണമെങ്കിൽ സഖാക്കള് ടങ് ക്ലീനർ വാങ്ങി നന്നാക്കി ഒന്ന് വടിക്ക്, എന്നിട്ട് പറഞ്ഞ് ശീലിക്ക്. അങ്ങനെ കോക്ലിയർ ഇംപ്ലാന്റേഷനിലൂടെ ഒരു ചെറിയ മെഷീൻ വെച്ചെടുത്താൽ കുട്ടിക്ക് അച്ഛനെന്ന് വിളിക്കാം, അമ്മയെന്ന് വിളിക്കാം, മനോഹരമായ പാട്ട് കേൾക്കാം. പക്ഷേ രാമേട്ടന്റെ കയ്യിൽ പൈസയില്ല, 10-15 ലക്ഷം ഉറുപ്പ്യ ചെലവാ. സഖാവ് രാമേട്ടൻ അന്തം വിട്ട് നിൽക്കുക. അച്യുതാനന്ദൻ രാമേട്ടന്റെ മോനെ വിളിച്ചതുമില്ല. അവിടെയാണ് മുനീറിനെ കാണേണ്ടത്. വരിൻ, ഈ കുട്ടികളെ ജാതി നോക്കിയില്ല, മതം നോക്കിയില്ല, കൊടിയുടെ നിറം നോക്കിയില്ല. ഇങ്ങനെയുള്ള മുഴുവൻ കുട്ടികളെയും വിളിച്ചു 200 പൊന്നുമക്കൾ ഉദ്ഘാടന വേദിയിൽ. എന്നിട്ട് ഇവർക്ക് ഇത് വെച്ചുകൊടുത്തപ്പോ സംസാരിക്കാൻ കഴിഞ്ഞു. സംസാരിക്കാൻ കഴിഞ്ഞ കൗതുകത്തിൽ ഇവർ എഴുന്നേറ്റ് നിന്നൊരു പാട്ട് പാടിയത്രേ. എന്താണ് ആ പാട്ട് അറിയോ? ദൈവമേ, ഇയാൾക്ക് നന്ദി ചൊല്ലാനല്ലെങ്കിൽ ആരാണിയാൾ? ഡോക്ടർ മുനീർ, ആ ഉമ്മൻചാണ്ടി, രണ്ടാളാ. ഇവർക്ക് നന്ദി ചൊല്ലാനല്ലെങ്കിൽ എന്തിനാണ് ഞങ്ങൾക്ക് ഈ അധരങ്ങൾ നൽകിയതെന്നാ. അധരം തന്ന ചുണ്ട. പഠിച്ചോനെ, ഇവർക്ക് നന്ദി പറയാനല്ലെങ്കിൽ എന്തിനാണ് ഈ ചുണ്ട് തന്നത് എന്ന് പാടുന്ന 200 പൊന്നുമക്കൾ. ഇങ്ങനെ 620 കുട്ടികൾക്ക് ഇത് വെച്ചുകൊടുത്തു. 620 പൊന്നുമക്കള് ശബ്ദത്തിന്റെയും കേൾവിയുടെയും ലോകത്തിലേക്ക് വരിക. അതേ മുനീറ 22 വയസ്സായി, പക്ഷെ കല്യാണം കഴിക്കാൻ നിർവാഹമില്ല, അച്ഛന്റെ കയ്യിൽ പൈസയില്ല. അപ്പോഴാണ് അപ്പുറത്തെ വീട്ടിലെ പെൺകുട്ടി കുതിരപ്പുറത്ത് മണവാളന്റെ കൂടെ പോകുക. ഇത് കാണുമ്പം ഇപ്പുറത്തെ വീട്ടിലെ പൊന്നുമോള് കരയുക. എന്നാണ് എന്റെ കൈ പിടിച്ചു കൊണ്ടുപോകാൻ ഒരു മണവാളൻ വരിക.
എന്താ കാര്യം? അച്ഛന്റെ കയ്യിൽ പണമില്ല. അപ്പോഴാണ് മുനീർ പറഞ്ഞത്, സങ്കടപ്പെടേണ്ട, ഈ കുട്ടിയുടെ കല്യാണം കഴിക്കാൻ അഭിനന്ദനായ മുനീറിന്റെ സാമൂഹ്യനീതി വകുപ്പിൽ മംഗല്യനിധി എന്ന പദ്ധതിയിൽ 25,000 രൂപ വെറുതെ കൊടുക്കുക. കല്യാണം കഴിച്ചയക്കാൻ പ്രയാസപ്പെടുന്ന പെൺകുട്ടികൾക്ക് മംഗല്യനിധി. അച്ഛനും അമ്മയോ ആരാവട്ടെ, പിന്നെ ആശുപത്രി കിടക്കയിലോ രോഗത്തിന്റെ കിടക്കയിലോ കിടക്കുമ്പോ മോന് പണിക്ക് പോകാൻ കഴിയില്ല. അച്ഛന് കാവൽ നിൽക്കുമ്പോൾ, അമ്മക്ക് കാവൽ നിൽക്കുമ്പോൾ പണിക്ക് പോകാൻ കഴിയില്ല. വീട്ടിലെ പ്രയാസവുമുണ്ട്. ആ കുട്ടിക്കാണ് അങ്ങനെയുള്ള ബൈസ്റ്റാൻഡർക്കാ, എന്താണ് എന്റെ പേര് ഞാൻ ഓർക്കില്ല, ഒരുപാട് പദ്ധതികൾക്ക് പേരിട്ട് അങ്ങനെ ഒരു മനോഹരമായ പദ്ധതിയിലൂടെ ഈ ആളുകൾക്ക്, ആശ്രയമില്ലാത്തവർക്ക് ആശ്രയമാവാൻ, കണ്ണീരൊപ്പാൻ ഒരു കൈലേശായി സർക്കാർ മാറുന്നുവെന്ന് ആളുകൾക്ക് തോന്നി തുടങ്ങുന്ന ഒരു കാല. പ്രിയമുള്ളവരെ, നിങ്ങൾ കുറെ നേരമായി അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പരിപാടി അഭിവാദ്യം ചെയ്യാൻ നിങ്ങൾ ആകാംക്ഷയോടെ കാത്തു നിൽക്കുന്ന ഈ ജാഥയുടെ ഉപനായകൻ പ്രിയപ്പെട്ട KM ഷാജി MLA ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. അഭിനന്ദനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ PM സാദിഖ് അലിയും ഈ വേദിയിലെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് പൂർത്തീകരിച്ച് അവസാനിപ്പിക്കാം. അങ്ങനെ ഒരു സർക്കാർ, ഇങ്ങനെ കണ്ണീരൊപ്പിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാർ, ആ സർക്കാർ ഒരു ഭാഗത്ത് പോകുമ്പോ നിങ്ങളോ, ഞാൻ അവിടേക്ക് കടക്കുന്നില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥനയുണ്ട്. നിങ്ങൾക്കോ മലയാളക്കരയിൽ വീണുപോയ ഒരുപാട് അമ്മമാരുടെ, ഒരുപാട് ഭാര്യമാരുടെ, ഒരുപാട് പൊന്നുമക്കളുടെ കണ്ണീരിന്റെ ശാപമുണ്ട്. ആർക്ക്? സഖാവ് പിണറായി വിജയന്റെ ജാഥയെ സ്വീകരിക്കാൻ, സഖാവ് പിണറായി വിജയന്റെ നവകേരള യാത്രയെ സ്വീകരിക്കാൻ. ഷുക്കൂറിന്റെ ഉമ്മ ആത്തികയുടെ കണ്ണീര് വീണ മണ്ണ, ആ കണ്ണീരിന്റെ ശാപമുണ്ട്. ഞാൻ നീട്ടി പറയുന്നില്ല ഷുക്കൂറിനെ കൊന്നതിനെ കുറിച്ച്. ഫസലിന്റെ ഭാര്യ മറിയുവിന്റെ കണ്ണീര് വീണ മണ്ണ, TP ചന്ദ്രശേഖരന്റെ ഭാര്യ രമയുടെ കണ്ണീര് വീണ മണ്ണ, ഈ തൃശൂരിലെ ഒന്നും അറിയാത്ത നവാസ് എന്ന് പറയുന്ന പൊന്നുമോൻ, ആ ചെറുപ്പക്കാരന്റെ കണ്ണീര് വീണ മണ്ണ. പ്രിയപ്പെട്ടവരെ, കതിരൂരിലെ മനോജിന്റെ കണ്ണീര് വീണ മണ്ണ. ആ കണ്ണീരിൽ നിന്ന് ഉയരുന്ന ശാപമാണ് സഖാവ് പിണറായി വിജയനെ സ്വീകരിക്കാനുള്ളതെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞങ്ങളെ സ്വീകരിക്കാൻ മലയാളക്കരയിലെ വീട്ടകങ്ങളുടെ ലീഗ് പാർട്ടി ആളുകൾക്കിടയിൽ സ്നേഹമുണ്ടാക്കാൻ, ആളുകൾക്കിടയിൽ സഹിഷ്ണുതയുണ്ടാവാൻ, ആളുകൾക്കിടയിൽ പാരസ്പര്യവും സാഹോദര്യവും ഉണ്ടാകാൻ ലീഗ് പാർട്ടി ഒരിക്കൽ പോലും മനുഷ്യർക്കിടയിൽ വിഭാഗീയതയുണ്ടാക്കാൻ, വർഗീയതയുണ്ടാക്കാൻ, വെറുപ്പുണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ലാത്ത ഒരു പാർട്ടി മലയാളക്കരയിൽ ഞങ്ങൾ ഇന്നവരെ അത്തരത്തിലുള്ള വിധ്വംസക പ്രവർത്തനങ്ങൾക്ക്, അത്തരത്തിലുള്ള നിഷേധാത്മക രാഷ്ട്രീയത്തിന് ലീഗ് പാർട്ടി തുനിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ നന്മയുടെ പതാക സ്വീകരിക്കാൻ, ഈ സുഹൃതം നാട്ടിലുണ്ടാവാൻ മുസ്ലിം ലീഗുകാർ മാത്രമല്ല പണിയെടുക്കേണ്ടത്. ഞങ്ങളുടെ ശബ്ദം ശപിക്കുന്ന വിദൂരങ്ങളിൽ എവിടെയും ഉള്ള പ്രിയപ്പെട്ട സുമനസ്കരായ ആളുകൾ ഈ ചാവക്കാട്ടങ്ങാടിയിലും അങ്ങനെയുള്ള എത്രയോ ആയിരങ്ങളുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കാം. ആ സുമനസ്കരായ ആളുകളുടെ മനസ്സിനോടാണ് അഭിനന്ദനായ